ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കറിയാം എക്സാംസിനൊക്കെ എല്ലാ ടൈപ്പ് എക്സാംസിനും ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിലൂടെ തന്നെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താനുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യുകയാണ്. ഇതിലൂടെ ഒരു 6 ടിപ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒന്നാമത്തെ നോക്കിക്കോളൂ. ഷീ പ്രിഫേഴ്സ് കോഫി ഡാഷ് ടീ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിഫറിന് ശേഷം 2 ഉപയോഗിക്കണം. അപ്പോൾ അവിടെ 2 വന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു ടിപ്പ് എന്താണെന്നാണ് നോക്കുന്നത്. പ്രിഫറിന് ശേഷം 2 ഉപയോഗിക്കണം. ദാൻ ഉപയോഗിക്കാൻ പാടില്ല. പ്രിഫർ ദാൻ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. പ്രിഫർ 2 ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, പ്രിഫറബിൾ വരുമ്പോഴത്തേക്ക് ദാൻ ഉപയോഗിക്കാം. പ്രിഫറബിൾ വരുമ്പോൾ ദാൻ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ, പ്രിഫറിന് ശേഷം 2 ഉപയോഗിക്കണം, ദാൻ ഉപയോഗിക്കാൻ പാടില്ല. ഇനി അഥവാ പ്രിഫറബിൾ ആണെന്നുണ്ടെങ്കിൽ, ഒരു സെന്റൻസിൽ പ്രിഫറബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ, ദാൻ ഉപയോഗിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, മൈ ക്യാമറ ഈസ് സുപ്പീരിയർ ഡാഷ് യുവേഴ്സ്. ഇവിടുത്തെ ആൻസർ 2 ആണ്. മൈ ക്യാമറ ഈസ് സുപ്പീരിയർ ടു യുവേഴ്സ്. അപ്പോൾ അതിന്റെ പോയിന്റ് എന്താ, അവിടെ 2 വരാനുള്ള കാരണം എന്താന്ന് നോക്കാം. ജൂനിയർ, സീനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ തുടങ്ങിയ ORൽ അവസാനിക്കുന്ന അഡ്ജക്റ്റീവുകൾക്കൊപ്പം 2 ഉപയോഗിക്കണം. അപ്പോൾ എന്താ, അവിടെ ORലാണ് അവസാനിച്ചുള്ളത്. സുപ്പീരിയർ എന്ന വാക്ക് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം 2 ആണ് നമ്മളവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ORൽ അവസാനിക്കുന്ന അഡ്ജക്റ്റീവുകൾക്കൊപ്പമാണ് 2 ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ കുറച്ച് ലോങ് ആണ്. When I reached the station, the train had already left. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് had ആണ്. അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. When I reached the station, the train had already left. കഴിഞ്ഞ കാലത്ത് നടന്ന 2 പ്രവൃത്തികളെ സൂചിപ്പിക്കുമ്പോൾ ആദ്യം പൂർത്തിയായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സമയം തന്നെ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നടന്ന കാര്യം എന്താണോ, ആദ്യം ചെയ്തു തീർന്ന കാര്യം എന്താണോ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് കഴിഞ്ഞ കാര്യത്തെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3 ഫോം, വെർബിന്റെ 3rd ഫോം. ഇനി സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ടെൻസ് ഓഫ് വെർബ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ 3 പറഞ്ഞു. ഒന്നാമത്തേത് പ്രിഫറിന് ശേഷം 2 ഉപയോഗിക്കണം, ദാൻ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ പ്രിഫറബിൾ ആണെങ്കിൽ ദാൻ ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തേത് സുപ്പീരിയർ, ഇൻഫീരിയർ, സീനിയർ, ജൂനിയർ ഇങ്ങനെ ORൽ അവസാനിക്കുന്ന അഡ്ജക്റ്റീവുകൾക്ക് ഒപ്പം 2 ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് 2 പ്രവൃത്തികളെ സൂചിപ്പിക്കുമ്പോൾ, കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച 2 പ്രവൃത്തികളെ സൂചിപ്പിക്കുമ്പോൾ ആദ്യം കഴിഞ്ഞ പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് കഴിഞ്ഞ പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഡാഷ് 2005. അവിടെ ആൻസർ വരുന്നത് സിൻസ് ആണ്. അപ്പോൾ അവിടെ സിൻസ് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം.
പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ സിൻസ് ഉപയോഗിക്കുന്നു. ഒരു പോയിന്റ് ഓഫ് ടൈം അവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താ 2005 വരെയാണെന്ന്. അപ്പോൾ പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ സിൻസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് 5ാമത്തെ നോക്കിക്കോളൂ. ഷീ ഹാസ് ബീൻ സ്റ്റേയിങ് ഹിയർ ഫോർ 5 years. അപ്പോൾ എന്താ അവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഈ സിൻസും 4ഉം എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്. അപ്പോൾ ഷീ ഹാസ് ബീൻ സ്റ്റേയിങ് ഹിയർ ഫോർ 5 years. അവിടെ 4 വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. പീരീഡ് ഓഫ് ടൈം, പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ 4 ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ ടൈം പീരീഡ് പറയുന്നുണ്ട്, എന്താ 5 years എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ 4 ഉപയോഗിക്കുന്നു. പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ സിൻസും പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ 4ഉം ഉപയോഗിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കിക്കോളൂ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. ഇത് ഇഫ് ക്ലോസ് ആണ്, ഇഫ് ക്ലോസിലെ ഒന്നാണ്. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. ഇഫ് ചേർന്ന് വരുന്ന സെന്റൻസിന്റെ ആദ്യ ഭാഗം V1 ആയാൽ, അപ്പോൾ എന്താ ഒരു സെന്റൻസ് ഇഫ് കൊണ്ടാണ് തുടങ്ങുന്നത്. ആ സെന്റൻസിന്റെ വെർബ് എന്ന് പറയുന്നത് എന്താ V1 ഫോം ആണ്. ഇവിടെ സ്റ്റഡി എന്ന് പറയുന്നത് വെർബാണ്. അപ്പോൾ അത് V1 ഫോം ആണല്ലോ. അപ്പോൾ എന്താ ഇഫ് ചേർന്ന് വരുന്ന സെന്റൻസിന്റെ ആദ്യ ഭാഗം V1 ആയാൽ രണ്ടാമത്തെ ഭാഗത്ത് വിൽ അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് V1 എന്ന രൂപത്തിലായിരിക്കും. അപ്പൊ എന്താ ഇഫ് ചേർന്ന് വരുന്ന ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗം V1 ആവുകയാണെങ്കിൽ, വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് വിൽ ഷാൽ ക്യാൻ മേ ഇതിന്റെ കൂടെ ഇതിലേതെങ്കിലും ഒന്നിന്റെ കൂടെ V1 എന്ന രൂപത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഇഫ് യു സ്റ്റഡി വെൽ അത് V1 രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ യു വിൽ സക്സീഡ് വിൽ ഷാൽ ക്യാൻ മേ പ്ലസ് V1 എന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കോളൂ. പോയിന്റ് ഓഫ് ടൈമിനെ സിൻസ് കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ 4 എന്ന് പറയുന്ന വേർഡ് വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ, ഇഫ് ചേർന്ന് വരുന്ന സെന്റൻസിന്റെ ആദ്യ ഭാഗം V1 ആവുകയാണെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് വിൽ ഷാൽ ക്യാൻ മേ പ്ലസ് V1 ഇതിലേതെങ്കിലും ഒന്നിന്റെ കൂടെ V1 ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് റിപ്പീറ്റ് ആയിട്ട് കേട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എക്സാംസിനൊക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസറിലോട്ട് എത്താനും പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.